തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ആൾട്രോയുടെ എക്സി മോഡലിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ് ഇവിടെ ഇന്ന് ഞാൻ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നെക്സോണിൻ്റെ എക്സി വീഡിയോയുടെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മോഡിഫിക്കേഷൻ. അതായത് നമ്മൾ കൂടുതൽ പൈസ ചിലവില്ലാതെ ഒരു ബേസ് മോഡൽ നമ്മൾ എങ്ങനെ എടുത്തിട്ട് അതിന് മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ടോപ്പ് മോഡലിലേക്ക് പോകാൻ മാത്രം പൈസ ഇല്ലെങ്കിൽ നമ്മൾ ബേസ് മോഡൽ എടുത്തിട്ട് അതിന് മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് മാത്രം ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നമുക്കൊരു കാറാണ് ആവശ്യം, അതിന് ഒരുപാട് കാശ് ചിലവാക്കേണ്ട ആവശ്യമില്ല ഫോർ കംഫർട്ട് ഫീച്ചേഴ്സ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് മാത്രം നമ്മൾ പുറത്തുനിന്ന് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഷോറൂമിൽ നിന്ന് ചെയ്ത് എങ്ങനെ നമുക്കൊരു ബേസ് മോഡലിനെ നമുക്ക് നമ്മളുടെ ആവശ്യത്തിനുള്ള ഒരു വണ്ടിയാക്കി മാറ്റാം. അതാണ് എൻ്റെ ലാസ്റ്റ് വീഡിയോയിലും ഇനി ഇവിടെ ഈ വീഡിയോയിലും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ടാറ്റ ആൾട്രോസിൻ്റെ ബേസ് മോഡൽ എക്സി മോഡലിൻ്റെ റിവ്യൂ ആണ്. ഈ വണ്ടി കുഞ്ഞൻ വണ്ടിയാണെങ്കിലും ഭയങ്കര സ്റ്റൈലാണ് കാണാൻ. നിങ്ങൾക്കിപ്പോൾ ഇതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിൻ്റെ റിവ്യൂ എനിക്ക് എവിടെ നിന്ന് തുടങ്ങണമെന്ന് മനസ്സിലാവുന്നില്ല. ഫ്രണ്ടിൽ നിന്ന് തുടങ്ങണോ, ബാക്കിൽ നിന്ന് തുടങ്ങണോ, അതോ ഉള്ളിൽ നിന്നാണോ? എല്ലാം കൂടി ഒരു ഭയങ്കര പ്രീമിയം വണ്ടിയാണിത്. ഹാച്ച് ബാക്ക് പ്രീമിയം ആണ് ടാറ്റ ആൾട്രോസ്. അപ്പോൾ അതിൻ്റെ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് തന്നെ ഫ്രണ്ട് വ്യൂ തന്നെ റിവ്യൂ തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. ആൾട്രോസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സ്മൈലിംഗ് ഫേസ് എഫക്റ്റ് കിട്ടുന്നത് ഈ ഒരു ബ്ലാക്ക് എഡ്ജ് അല്ലെങ്കിൽ ഒരു സ്ട്രിപ്പ് കൊടുത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇതിന് ശരിക്കും ടാറ്റ പറയുന്നത് സ്മൈലിംഗ് ഫേസ് എന്നാണ് ടാറ്റ ആൾട്രോസിൻ്റെ ഫ്രണ്ടിനെ കുറിച്ച്. അതൊരു ബാക്കിൽ നിന്ന് തുടങ്ങി ഫ്രണ്ടിലൂടെ അടുത്ത അപ്പുറത്തെ സൈഡിൽ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ബ്ലാക്ക് പിയാനോ ഫിനിഷിങ്ങിലുള്ള ഒരു എഡ്ജാണ്, കട്ടിംഗ് ആണ്. പിന്നെ അതിന് താഴെയായിട്ട് സ്ലീക്ക് ആയിട്ട് ഹെഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഹാലോജൻ ഹെഡ് ലാമ്പാണ് ഇതിൽ. പിന്നെ ആ ഹെഡ് ലാമ്പിനോട് ചേർന്നിട്ട് തന്നെയാണ് അതിൻ്റെ ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ മുകളിലെ ഈ ഒരു കട്ടിങ്സ് അതിന് ശരിക്കും ഒരു മസ്കുലർ ലുക്കാണ് കൊടുക്കുന്നത്. ആകെ മൊത്തം ഫ്രണ്ടിൽ നിന്നൊരു മസ്കുലാർ പ്രീമിയം വെഹിക്കിളാണ് ശരിക്കും പറഞ്ഞ ആൾട്രോസ്. പിന്നെ നല്ല പുതിയ ഡിസൈനിലുള്ള ഒരു ഗ്രില്ല്, അതിൻ്റെ സെൻറ്ററിൽ ടാറ്റയുടെ എംബ്ലം, പിന്നെ അതിന് താഴെ ഒരു വലിയ ഒരു ബമ്പറും, പിന്നെ മുകളിലത്തെ പിയാനോ എഡ്ജ് ടൈപ്പ് തന്നെയാണ് അതിൻ്റെ ലോവർ ലിപ്പും എഡ്ജ് കൊടുത്തിട്ടിരിക്കുന്നത്. പിന്നെ ഈ സൈഡിൽ നമുക്ക് ഫോഗ് ലാമ്പിൻ്റെ പൊസിഷൻ കാണാം. എക്സി മോഡൽ ആയതുകൊണ്ട് ഇതിൽ ഫോഗ് ലാമ്പ് ഇല്ല. ഇൻഡിക്കേറ്റർ ഇവിടെ ഹെഡ് ലാമ്പിനോട് ചേർന്നിട്ട് തന്നെ ഉണ്ട്. ഇനി ഇതിൻ്റെ വണ്ടിയുടെ റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കാണാം റൈറ്റ് സൈഡിലെ ആ കട്ടിങ്സും എഡ്ജസൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മിറർ നല്ല ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് അതിൻ്റെ കളർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് മാനുവലി അഡ്ജസ്റ്റബിൾ ആണ്. ഇതിൻ്റെ ഡോർ ഹാൻഡിലൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ റെയിൻ ഗാർഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആഫ്റ്റർ മാർക്കറ്റ് പ്രൊഡക്റ്റ് ആണ്. ആൾട്രോസിൻ്റെ തന്നെ സെയിം ഡിസൈൻ. ഇതിന് 600 റുപ്പീസായി. നമ്മൾ പുറകിലോട്ട് പോകുമ്പോൾ നമുക്ക് ബാക്ക് ഡോറിൻ്റെ ഹാൻഡിൽ നമുക്കിവിടെ മുകളിൽ സി പില്ലറിലായിട്ടാണ് കാണുന്നത്. ഇത് ആൾട്രോസിന് ഒരു പ്രീമിയം ലുക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. സാധാരണ ഹാഷ് ബാക്ക് വണ്ടികളിലൊന്നും കാണാത്ത ടൈപ്പ് ഡിസൈനാണ് ഇതിൽ ടാറ്റ കൊടുത്തിരിക്കുന്നത്. മാരുതിയുടെ വണ്ടികളിൽ ഉണ്ടായിരുന്നു. സ്വിഫ്റ്റിൽ ഇപ്പോൾ ഇറങ്ങിയ പുതിയ സ്വിഫ്റ്റിൽ ഈ ഒരു മോഡലാണ് ഉണ്ടായത്. ഇനി നമുക്ക് പുറകിലേക്ക് പോകുമ്പോൾ നമുക്ക് ബാക്കിലും ആ ഒരു ബ്ലാക്കിൻ്റെ ഒരു ഫിനിഷിങ് എല്ലായിടത്തും കാണാം. ഈ പുറകിൽ സി പില്ലറിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഈ ഒരു ടെയിൽ ലാമ്പിൽ വരെ ആ ഒരു ബ്ലാക്ക് കളറിൻ്റെ അതിപ്രസരം നമുക്കിവിടെ കാണാം. പക്ഷേ അത് ഈ വണ്ടിക്ക് ഒരു പ്രീമിയം ലുക്കാണ് കൊടുക്കുന്നത്. പിന്നെ ഈ മുകളിലുള്ള ഈ ഒരു ബ്ലാക്ക് ക്ലാഡിങ് ഡിസൈനിൽ ഒരു പ്രീമിയം ലുക്ക് കൊടുക്കാൻ ടാറ്റ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം സെൻറ്ററിൽ തന്നെ ആൾട്രോസ് എന്ന വലിയൊരു ലോഗോ. ഇപ്പോൾ ഇറങ്ങുന്ന ടാറ്റ വണ്ടികളിലൊക്കെ കാണാം, നെക്സോണിലും ഹാരിയറിലൊക്കെ. അതിന് താഴെയായിട്ട് നമുക്ക് ഈ വലിയ ബമ്പറിൽ തന്നെ 2 പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്. പിന്നെ സെൻട്രലായിട്ട് നമ്മൾ പുറത്തുനിന്ന് ആഫ്റ്റർ മാർക്കറ്റ് ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് താഴെ റിഫ്ലക്റ്റേഴ്സ് കാണാം റെഡ് കളറിൽ. ഇതിന് ബാക്ക് സൈഡ് കുറച്ച് പ്രൊജക്റ്റഡ് ആയിട്ടാണ് പുറത്തേക്ക്. അതാണ് നമുക്ക് സൈഡിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഈ സൈഡിലെ ഈ കട്ടിങ്ങും എഡ്ജസും ഒക്കെ ശരിക്കും ടാറ്റ ഇതിലൊരു പ്രീമിയം ഡിസൈൻ കൊണ്ടുവരാൻ ശ്രമിച്ചതാണ്. അതിൽ അവർ ഒരുപാട് സക്സസ് ആയിട്ടുണ്ട്. ഈ ഒരു ഹാഷ് ബാക്ക് മോഡലിൽ ഇപ്പോൾ ഇറങ്ങുന്നതിൽ ശരിക്കും ഒരു പ്രീമിയം ലുക്കുള്ള ഒരു വണ്ടിയാണ് ടാറ്റ ആൾട്രോസ് എന്ന് ശരിക്കും പറയാം. ഡിസൈനിൽ മാത്രമല്ല ശരിക്കും ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിലും ടാറ്റ യുണീക്നെസ് ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ടാറ്റയുടെ ആൽഫ പ്ലാറ്റ്ഫോമിൽ ആദ്യമായിട്ട് നിർമ്മിക്കുന്ന കാറാണ് ടാറ്റ ആൾട്രോസ്. അതുകൂടാതെ വേൾഡ് ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വണ്ടി കൂടിയാണ് ആൾട്രോസ്. ഇതിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വളരെ കുറച്ച് വണ്ടികൾ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ഡിസൈനിലും ബിൽഡ് ക്വാളിറ്റിയിലും ഒക്കെ യുണീക്നെസ് കൊണ്ട് നിറച്ചിരിക്കുകയാണ് ടാറ്റ ആൾട്രോസിൽ. ടാറ്റ വേറൊരു യുണീക്ക് ഫീച്ചറാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. കണ്ടോന്ന് ഞാൻ ഈ ഡോറ് ഓപ്പൺ ചെയ്യാണ്.
ഫ്രണ്ട് ഡോർ ഞാൻ ഓപ്പൺ ചെയ്തു. ഇനി ബാക്ക് ഡോർ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ യുണീക്ക് ഫീച്ചറിൽ ഒന്നുകൂടി ആഡ് ചെയ്തിരിക്കുകയാണ്. ടാറ്റ അൾട്രോസിൻ്റെ ഡോർസ് 90 ഡിഗ്രി ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇഷ്ടംപോലെ സ്പേസാണ് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഞാൻ സുഖമായി കയറി ഇരുന്നു. എന്നിട്ടും വലിയൊരു സ്പേസ് ഉണ്ട് നമുക്ക് ഈ 90 ഡിഗ്രി ഓപ്പൺ ആയതുകൊണ്ട്. ടാറ്റ അൾട്രോസിലെ ഏറ്റവും ബെസ്റ്റ് ഫീച്ചേഴ്സിൽ ഒന്നാണ് ഈ 90 ഡിഗ്രി ഡോർ ഓപ്പൺ. ശരിക്കും പറഞ്ഞാൽ വേറെ കാറുകളിലൊന്നും അധികം ഞാൻ കണ്ടിട്ടില്ല. നല്ല സ്പേസ് ഉണ്ട് അതുകൊണ്ട് ഇതിനുള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇതിന്റെ ഉള്ളിലെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം ഡോറൊന്ന് അടക്കാം. ആ ഒരു സൗണ്ട് കണ്ടോ? ആ ഒരു ഭം എന്ന് പറഞ്ഞുള്ള സൗണ്ട് അത്രയും ഹെവിയാണ് ഇതിന്റെ മെറ്റീരിയൽ. ആ ഒരു ബിൽഡ് ക്വാളിറ്റിയാണ് ശരിക്കും ആ സൗണ്ട് നമുക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇതിന് 5 സ്റ്റാർ കിട്ടിയത്. ടാറ്റ നെക്സോണിനും ടാറ്റ അൾട്രോസിനുമാണ് സേഫ്റ്റി ഫീച്ചേഴ്സിൽ ഇതിന് 5 സ്റ്റാർ കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇതിന് ഫ്രണ്ടിൽ 2 എയർ ബാഗ് ആണുള്ളത് എക്സി മോഡലിൽ. സെൻട്രൽ ലോക്കിംഗ് വിത്ത് കീ ആണ്. നോർമൽ കാറുകളൊന്നും ഈവൻ നെക്സോണിൽ വരെ ബേസ് മോഡലിൽ സെൻട്രൽ ലോക്കിംഗ് തന്നിട്ടില്ല. ഇതിൽ സെൻട്രൽ ലോക്കിംഗ് ഉണ്ട്, പക്ഷെ വിത്ത് കീ ആണ്, റിമോട്ട് ഇല്ല. പിന്നെ ഫ്രണ്ട് പവർ വിൻഡോ ഇവിടെ തന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ 2 പവർ വിൻഡോ ആണ്, റിയറിൽ നോർമൽ മാനുവൽ ആണ്. അതിന്റെ ഫ്രണ്ടിലെ പവർ വിൻഡോന്റെ സ്വിച്ച് ഇവിടെ കാണാം, ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളിൽ ഇഷ്ടംപോലെ നല്ലൊരു സ്പേഷ്യസ് ആണ്. ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് ഒരു സ്ലീക്ക് ലുക്ക് ഉണ്ടെങ്കിലും വണ്ടിക്ക് ഉള്ളിൽ കയറിയാൽ നല്ല സ്പേഷ്യസ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇത് ടാറ്റ അൾട്രോസിന്റെ ബേസ് മോഡലാണ്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കുറേ ഫീച്ചേഴ്സ് ഒന്നും ഇല്ല, പക്ഷേ നമുക്ക് ഒരു ബേസിക് ആയിട്ട് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ടാറ്റ ഇതിൽ തന്നിട്ടുണ്ട്. ഇതിന്റെ സ്റ്റിയറിംഗ് നെക്സോണിന്റെ അതേ മോഡലാണ്. ബോട്ടം ഫ്ലാറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്, നല്ല ഭംഗിയുണ്ട്. ഇതിൽ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ, ബേസ് മോഡൽ തരാത്തത് കൊണ്ട് തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ ബട്ടൺസുകളൊന്നും ഇല്ല. അതുകൊണ്ടൊരു ബേസിക് നോർമൽ സ്റ്റിയറിംഗ് ആണിത്. പിന്നെ 5 ഗിയർ മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. ഗിയറിന്റെ ലൊക്കേഷൻ നല്ലൊരു പൊസിഷനിലാണുള്ളത്. മോഡ് ബട്ടൺ ഇവിടെ താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് എക്കോ, സിറ്റി 2 മോഡുകളാണുള്ളത്. നമുക്കിത് പ്രസ് ചെയ്യുമ്പോൾ മോഡ് സെലക്ട് ആവും. പിന്നെ ഇവിടെ അൾട്രോസിൻ്റെ ബേസ് മോഡലിൽ തന്നെ 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇവിടെ. കപ്പൊക്കെ വെക്കാൻ ഒരു കപ്പ് ഹോൾഡറും അങ്ങനെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്. പിന്നെ ഇവിടെ നമുക്ക് ഹാൻഡ് ബ്രേക്ക് കാണാം, നല്ല പവർഫുൾ ഹാൻഡ് ബ്രേക്ക് ആണ്. അൾട്രോസ് എക്സിയിൽ മാനുവൽ AC ആണ്. അതിൻ്റെ കൺട്രോൾസ് നമുക്ക് ഇവിടെ കാണാം. 3 നോബ്സുകളുണ്ട്. AC, ഹീറ്റർ അതൊക്കെ ഇതിൽ കൺട്രോൾ ചെയ്യാം നമുക്ക്. പിന്നെ ഇതിന് തൊട്ട് മുകളിലായിട്ട് AC വെൻ്റ് ഉണ്ട്. അതിൻ്റെ നടുവിൽ ഹസാഡസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ബട്ടൺ ആണൊന്ന്. പിന്നെ നിങ്ങൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഈ ഒരു പോർഷൻ AC വെൻറ്റിന് ചുറ്റിലുള്ള ഈ ഒരു ഡിസ്പ്ലേ വെച്ച പോർഷൻ ചേഞ്ച് ചെയ്തതാണ്. ഇത് ഡിസ്പ്ലേയുടെ കൂടെ വരുന്ന സെറ്റാണ്. 10 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് ഡിസ്പ്ലേ ഞങ്ങൾ ഫിറ്റ് ചെയ്തു ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ സെറ്റാണ് ഇവിടെ റീപ്ലേസ് ആയിട്ടുള്ളത്. പക്ഷേ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല ഇത് അങ്ങനെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് പ്രൊഡക്റ്റ് വെച്ചാണെന്ന്. നല്ല ഒറിജിനൽ ഐറ്റം തന്നെയാണ്, നല്ല ക്വാളിറ്റി. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഫുൾ ഡിസൈൻ കളർ അൾട്രോസിൽ നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്കും ആഷ് കളറും ഒരു ലൈറ്റ് വൈറ്റ് കളറൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുള്ള ഇൻറ്റീരിയറാണ് ഇതിനുള്ളിൽ ഫുള്ളായിട്ടുള്ളത്. ഒരു ആഷിൻ്റെയും ഗ്രേയുടെയും ഒരു മിക്സാണ്. കോ പാസഞ്ചർ സൈഡിലെ പവർ വിൻഡോ ബട്ടണാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ ട്വിറ്റർ നമ്മൾ ഇവിടെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബ്ലാക്ക് ഹാൻഡിലാണ് ഇതിൻ്റെ ഡോറിന് നല്ല ഭംഗി കൊടുക്കുന്നത്. ഇവിടെയും ട്വിറ്ററിൻ്റെ പൊസിഷൻ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ അവിടെ കൊടുത്തില്ല. ഒരു ട്വിറ്റർ അത് ഇവിടെ ഫിറ്റ് ചെയ്തു. വേണമെങ്കിൽ എക്സ്ട്രാ ഇവിടെ ഫിറ്റ് ചെയ്യാം. പിന്നെ കമ്പോണൻറ്റ് സ്പീക്കർ ഇവിടെ ഫിറ്റ് ചെയ്തു. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് തന്നെ 2 ഡോറിലുമായിട്ട് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. 1 ലിറ്റർ ബോട്ടിൽ വെക്കാനും പിന്നെ അംബ്രല്ല വെക്കാനൊക്കെയുള്ള നല്ലൊരു സ്പേസാണ് പാസഞ്ചർ സൈഡിലും ഡ്രൈവർ സൈഡിലും ഉള്ളത്. ഇനി നമുക്ക് മീറ്റർ കൺസോളിലേക്ക് പോകാം. അനലോഗും ഡിജിറ്റലും മിക്സ് ആയിട്ടുള്ളൊരു മീറ്റർ കൺസോളാണ് അൾട്രോസ് എക്സിയിലുള്ളത്. എഞ്ചിൻ RPMഉം വണ്ടിയുടെ സ്പീഡൊക്കെ അനലോഗ് ഡിസ്പ്ലേ ആണ്. പിന്നെ ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ എത്ര ഫ്യൂവൽ ക്വാണ്ടിറ്റി എത്രയുണ്ട്, പിന്നെ MT ആവാൻ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, ഡിസ്റ്റൻസ് ടു ട്രാവൽ, പിന്നെ ട്രിപ്പ് 2 A, B എന്ന് പറഞ്ഞ 2 ട്രിപ്പ് നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ 2 ബട്ടണുകൾ കൊടുത്തിട്ടുണ്ട്, മോഡും റീസെറ്റും. മോഡ് ബട്ടണിൽ നമുക്ക് ട്രിപ്പ് Aയും Bയും സെലക്ട് ചെയ്യാം ഡിജിറ്റൽ മീറ്ററിൽ. പിന്നെ അതിൻ്റെ അകത്ത് ടൈം കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ മോഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അതും ഇവിടെ ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ എക്കോ, സിറ്റി ഏത് മോഡാണ് സെലക്ട് ആവുന്നതെന്ന് വെച്ചാൽ അതിവിടെ നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും വിത്ത് ബീപ്പ് സൗണ്ട്. നോർമൽ റിയർ വ്യൂ മിററാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിന് തൊട്ട് മുകളിലായിട്ട് ക്യാബിൻ ലൈറ്റും അതിൻ്റെ പ്രസ് ബട്ടണും കൊടുത്തിട്ടുണ്ട്. നോർമൽ ക്യാബിൻ ലൈറ്റാണ്, ഓൺ ഓഫ് സ്വിച്ച് ഇതാണ്. അതിന് തൊട്ട് മുകളിലായിട്ട് മൈക്കിനുള്ള ഒരു പൊസിഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സൈഡിൽ വാനിറ്റി മിറർ ഒന്നും കൊടുത്തിട്ടില്ല. സൺവൈസറിൽ 2 നോർമൽ സൺവൈസേഴ്സാണ് ഡ്രൈവറും കോ ഡ്രൈവർ സൈഡിലും. പിന്നെ ഇതിനുള്ളിൽ വേറെ ഒന്ന് എടുത്ത് പറയാനുള്ളത്, ഇതിൻ്റെ ബാക്കി പാസഞ്ചർ സൈഡ് 3 സൈഡിലും ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പാസഞ്ചർ ഹാൻഡിൽ അത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ സ്റ്റിയറിങ്ങിൽ ടിൽറ്റ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അത് ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് ടിൽറ്റ് ചെയ്യാം. ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് ഒന്നുമല്ല, അത് ടോപ്പ് മോഡലിൽ വരുന്നുള്ളൂ. അപ്പോൾ എക്സിയിൽ നമുക്ക് ടിൽറ്റ് ഓപ്ഷൻ തരുന്നുണ്ട്.
ഇനി നമുക്ക് പുറകിലിരുന്നിട്ട് പാസഞ്ചേഴ്സിന് എത്ര കംഫർട്ടാണെന്ന് നോക്കാം. നല്ലൊരു ലെഗ് സ്പേസ് തന്നെ ബാക്കിലിരിക്കുന്നവർക്കും കിട്ടുന്നുണ്ട്. മുന്നിലത്തെ സീറ്റ് ഞാൻ എൻ്റെ ഹൈറ്റിന് കണക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് പുറകിലിരിക്കുമ്പോൾ ഇത്ര സ്പേസ് കിട്ടുന്നുണ്ട്. പിന്നെ 3 പേർക്ക് ഈസി കംഫർട്ടായിട്ട് ശരിക്കും ഇരിക്കാൻ പറ്റും. കാരണം ഇതിൻ്റെ ബേസ് ഫ്ലാറ്റ് ആണ്. ഇവിടെ അങ്ങനെ ഒരു പ്രൊജക്ഷൻ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് 3 പേർക്ക് നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു കംഫർട്ടായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് അൾട്രോസ്. ഇവിടെ ഫ്ലോറിലിട്ടിരിക്കുന്നത് 70 മാറ്റാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല മാറ്റാണ്. 3000 റുപ്പീസാണ് ഇവിടെ ഇതിന് റേറ്റ്. പിന്നെ ബാക്ക് സൈഡിൽ വിൻഡോ, പവർ വിൻഡോ ഒന്നുമല്ല ഡോറിലുള്ളത്, നോർമൽ മാനുവൽ ഹാൻഡിലാണ് ഗ്ലാസ് അപ്പ് ഡൗൺ ചെയ്യാനുള്ള. എക്സിയിൽ റിയർ പവർ വിൻഡോ വരുന്നില്ല. പിന്നെ ഇവിടെ ട്വിറ്ററിനും സ്പീക്കറിനും ഒക്കെ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സ്പീക്കർ ഞങ്ങൾ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സീറ്റ് കവറും ഞങ്ങൾ സെയിം കടയിൽ നിന്നാണ് ചെയ്തത്, കാർവണിൽ നിന്ന് തന്നെ. ഞാനും നെക്സോണിലും സെയിം കടയിൽ നിന്നാണ് ചെയ്തത്. 5500 രൂപയാണ് അവർ സീറ്റ് കവറിന് വാങ്ങിച്ചത്. നല്ല ഇൻറ്റീരിയർ കളറിന് മാച്ച് ആയിട്ടുള്ള ഒരു ബ്ലാക്കും ഗ്രേയും മിക്സ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് നമ്മൾ സെലക്ട് ചെയ്തത്. നല്ല ഫിറ്റ്മെൻറ്റിൽ സീറ്റ് കവർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 കുഷ്യൻസും ഉണ്ട്. അപ്പോൾ ബാക്കിലിരിക്കുന്ന പാസഞ്ചേഴ്സിന് കംഫർട്ടിന് വേണ്ടി കുഷ്യൻസും യൂസ് ചെയ്യാം. പിന്നെ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സൈഡിൽ ബാക്കിൽ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഈ സീറ്റ് കവറിൽ തന്നെ വരുന്നതാണ്. നല്ല ഡിസൈനാണ്. ആ കളർ കോമ്പിനേഷൻ ഇൻറ്റീരിയറിന് കണക്കായിട്ട് നമ്മൾ സെലക്ട് ചെയ്തതാണ്. ഇനി ഇതിൻ്റെ ഡ്രൈവർ സീറ്റ് നോക്കുകയാണെങ്കിൽ ഇതിൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. ഇതിനെ നമുക്ക് ടിൽറ്റ് ചെയ്യാം, പിന്നെ ഫോർവേഡ് ബാക്ക്വേഡ് ആക്കാം. ഈ ഒരു 2 പൊസിഷനെ പറ്റൂ. ഡ്രൈവർ സൈഡ് നോക്കിയ സ്ഥിതിക്ക് നമുക്ക് കോ ഡ്രൈവർ സൈഡിലും കൂടി നോക്കാം. ഇവിടെ നല്ല സ്പേഷ്യസ് ആണ് ശരിക്കും. പിന്നെ ഈ ഗ്ലൗ ബോക്സിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര സ്പേസ് ആണ്. നല്ല അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുണ്ട് ടാറ്റ. ഇതിനുള്ളിൽ ഒരുപാട് സ്പേസ് ഉണ്ട്. ഇതിനുള്ളിൽ കപ്പ് ഹോൾഡറും ബുക്സും പെന്നും ഒക്കെ വെക്കാനുള്ള സ്പേസ് ആണ്. പിന്നെ ഇതിനുള്ളിൽ കൂളിംഗ് ഇല്ല. എക്സി മോഡൽ, ടോപ്പ് മോഡലിൽ ഗ്ലോ ബോക്സ് കൂളിംഗ് ഉണ്ട്. ഇവിടെ താഴെയായിട്ട് നമുക്ക് സഞ്ചി, ബാഗ് അങ്ങനെയൊക്കെ തൂക്കിയിടാനുള്ള ഒരു പൊസിഷൻ കാണാം. ആൾട്രോസ് എക്സിയിൽ 14 ഇഞ്ച് സ്റ്റീൽ റിം വീലാണുള്ളത്. അതിന് നമ്മൾ വീൽ കപ്പ് പുറത്തുനിന്ന് വെച്ചതാണ്. അതിന് 700 റുപ്പീസായി. സ്റ്റീൽ റിമിന് മാച്ച് ആവുന്ന സിൽവർ കളർ തന്നെയാണ് നമ്മൾ വീൽ കപ്പും വെച്ചത്. ഇനി നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക്കലാണ്. അത് ടച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്യാം. ഇതിനുള്ളിൽ ഏകദേശം 345 ലിറ്റർ ബൂട്ട് സ്പേസ് ടാറ്റ അൾട്രോസിൽ ടാറ്റ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സ്പേസാണ് ഇത് ശരിക്കും പറഞ്ഞാൽ. ടാറ്റ നെക്സോണിൽ 360 ആണ്. അപ്പോൾ ഏകദേശം ടാറ്റ നെക്സോണിനോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെ ഉണ്ട് ഇതിൻ്റെ ബൂട്ട് സ്പേസ്. പിന്നെ ഈ ബാക്ക് സീറ്റ് അങ്ങോട്ടേക്ക് മറച്ചിട്ട് കഴിഞ്ഞാൽ സ്പേസ് ഇനിയും നമുക്ക് കൂട്ടാൻ പറ്റും. ശരിക്കും കുട്ടികളൊക്കെ ഇതിനുള്ളിൽ ബാക്കിൽ വേണമെങ്കിൽ പിടിച്ചെടുത്താൽ അത്രയും സ്പേസ് ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ. 345 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സ്പേസാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. വണ്ടി ചെറുതാണെങ്കിലും നല്ല സ്പേസാണ്. ഈ ലിഡ് നമുക്ക് ബാക്കിലെ ലിഡ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ ഇവിടെ ഒരു പ്രസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് ഇലക്ട്രിക്കലാണ്. നമ്മൾ ചാവി അല്ലെങ്കിൽ കീ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല ഹെവി ഡോറാണ് ഇത് ബാക്കിലെത്തത്. അത് താഴേക്ക് വലിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ടാറ്റ അൾട്രോസിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചിട്ട് അതിൻ്റെ എഞ്ചിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലെങ്കിൽ വളരെ മോശമായിരിക്കും. അതുകൊണ്ട് ഇവിടെ ടാറ്റ അൾട്രോസിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് 1.2 ലിറ്റർ റിവോട്രോൺ 3 സിലിണ്ടർ എഞ്ചിനാണ്. ഇത് പെട്രോൾ എഞ്ചിനാണ്. ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് 85 bhp 6000 RPM തരുന്നുണ്ട്. പിന്നെ മാക്സിമം ടോർക്ക് 3300 RPM 113 Nm ആണ്. മൈലേജ് ഇത് കമ്പനി പറയുന്നത് 19.05 km/ലിറ്റർ മൈലേജ് പറയുന്നുണ്ട്. BS6 പെട്രോൾ എഞ്ചിനാണ്. അങ്ങനെ ടാറ്റ അൾട്രോസ് എക്സി പെട്രോൾ വേർഷൻ്റെ മോഡിഫിക്കേഷൻ ആൻഡ് റിവ്യൂ വീഡിയോ ഇവിടെ കഴിയുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു വലിയ ഓട്ടോ എക്സ്പേർട്ടൊന്നുമല്ല. എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞങ്ങൾ ചെയ്ത മോഡിഫിക്കേഷൻസും അതിൻ്റെ ഒരു ഡീറ്റെയിൽസുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഞാൻ പറ്റുന്നത്ര റിപ്ലൈ തരാൻ ശ്രമിക്കാം. എന്തായാലും ടാറ്റ അൾട്രോസ് ഒരു സാധാരണക്കാരന് വാങ്ങിക്കാൻ പറ്റിയ ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് വണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ടോപ്പ് മോഡൽ എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ബേസ് മോഡൽ എടുത്ത് അതിൻ്റെ അകത്ത് അൾട്ടർ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് വെച്ച് വണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.